ശ്വാസമെന്നിൽ താൻ തന്നദീന ഭാഗ്യവാൻ ആശ്രയമേശുവിൽ എന്നദീന ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. ദൈവതിരുസന്നിധിയിൽ ശാന്തമായി ദൈവവചനങ്ങളെ കേൾക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഈ അവസരം ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ, ശ്രേഷ്ഠമായ, സുന്ദരമായ സമയങ്ങളാക്കി ആയിത്തീരട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഓർത്തഡോക്സ് സഭയിൽ കാനോനികമായി ഈ നോമ്പ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും എല്ലാ ആളുകളും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നോമ്പുകൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ ഈ നോമ്പ് അനുഷ്ഠിക്കുവാനും 8 ദിവസവും രാവിലെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും വ്രതശുദ്ധി കാത്ത് ഈ 8 ദിവസങ്ങൾ പരിപാവനമായി സൂക്ഷിക്കുവാനും എല്ലാവർക്കും താല്പര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു നോമ്പാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനെ അനുസ്മരിക്കുന്ന ഈ 8 ദിവസം. സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ഒരാളുടെ മരണത്തിനാണ് പ്രാധാന്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജനനത്തിനല്ല, മരണത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ നാം സമുചിതമായി ആചരിക്കുന്നത്. ശൂനോയോ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസികളുടെ വാങ്ങിപ്പ് എന്നാണ്. കർത്താവിനടുത്ത ഒരു സ്ഥാനം ദൈവമാതാവിന് നമ്മുടെ സഭ നൽകുന്നില്ല. സഭയുടെ പഠിപ്പിക്കൽ ക്രിസ്തുവിൻ്റെ സഹരക്ഷകത്വം ദൈവമാതാവിന് ഇല്ല എന്നാണ്. ക്രിസ്തു മാത്രം രക്ഷകൻ എന്നാണ്. ദ ഹോളി മേരി എന്നല്ല നാം വിളിക്കുന്നത്, ദ സെയിന്റ് മേരി എന്നാണ് നാം വിളിക്കുന്നത്. ഹോളി 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 ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് വിശുദ്ധിയുടെ ആ ഔന്നത്യങ്ങളിൽ വിരാജിക്കുന്ന ദൈവത്തിന് മാത്രമേ ഈ വിശുദ്ധി അവകാശിക്കുവാനും വിശുദ്ധിയുടെ ആ വലയങ്ങളിൽ പ്രാപ്യമായ രീതിയിൽ മനുഷ്യരെ അനുഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ. ആ ഒരു കൺസെപ്റ്റാണ് വിശ്വാസികൾക്ക് പാപമുള്ള ജനന പ്രക്രിയയിൽ കൂടി ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യൻ ദൈവത്തോളം വളരുന്നില്ല. അത് ദൈവത്തിൻ്റെ മഹാബലിയ കരുണയിൽ അത് അന്ത്യന്യായവിധിയിൽ മാത്രമേ ആ വിശുദ്ധമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നുള്ളൂ. ആ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ജനനപ്പെരുന്നാളിന് അധികം പ്രാധാന്യം നൽകാത്തത്. എന്നാൽ ഇന്ന് എല്ലാ ആളുകൾക്കും ഈ നോമ്പിനോട് ഒത്തിരി താല്പര്യം തോന്നുന്നത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ വർധനവിനും ആധ്യാത്മിക പുരോഗതിക്കും ഇടയാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്.
കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് ഈ ഭാഗത്ത് നാം കേൾക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. താഴോട്ട് ഉള്ള ഭാഗങ്ങൾ, ഈ വായിച്ചു കേട്ട ഭാഗങ്ങളും നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഒരു വാക്യം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഈ വേദഭാഗത്ത് നിന്നും കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് ലഭിക്കുന്നത് സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വളരെ വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു ഭാഗമാണ് ഇത്. ദരിദ്രാവസ്ഥ ഭാഗ്യകരമായ ഒരു അനുഭവമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ ഏറ്റവും സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്കുള്ള അനുഭവമാണെന്ന് ഒരുപക്ഷെ ലോകത്തിന് പുതിയ ഒരു അറിവാണ്. യേശുതമ്പുരാൻ മലമേൽ കയറി അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. ആധികാരികതയുടെ ലക്ഷണമാണ്. ആധികാരികമായി ഒരു വിഭാഗം ആളുകളോട് സംസാരിക്കുവാൻ യേശുതമ്പുരാന് ഉള്ള ചില കാര്യങ്ങൾ ലോകത്തിൻ്റെ തത്വജ്ഞാനങ്ങൾക്ക് അതീതമായി പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനാം ദൈവത്തിൽ കൂടി ലോക ജനത വായ്മൊഴിയായി കേൾക്കുവാൻ അവരെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് ഉപദേശിച്ചിട്ട് ആദ്യമായി പറയുന്ന വാക്യമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളത്. ആരാണ് ഭാഗ്യവാൻ? ഇപ്പോൾ ഓണം കഴിഞ്ഞ സമയമാണ്. അനേകം ആളുകൾ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലവും വന്നു കഴിഞ്ഞു. ചിലത് ഇനിയും വരാനുണ്ട്. 1 കോടി രൂപയോ 2 കോടി രൂപയോ അല്ലെങ്കിൽ അതിനപ്പുറമായോ ലഭിക്കുന്ന ചില സമ്മാന തുകകൾക്ക് വേണ്ടി ആ സമ്മാനത്തുക ലഭിച്ചാൽ നാം പറയും അവർ ഭാഗ്യവാൻ ആണ് എന്ന്. നല്ലൊരു വീട് പണിഞ്ഞാട്ട്, നല്ല സൗന്ദര്യമുള്ള ആളുകളായി ഈ ലോകത്തിൽ ജനിച്ചാട്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായി ഈ ലോകത്തിൽ ഔദ്യോഗിക തലങ്ങളിൽ എത്തപ്പെടുമ്പോൾ, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉന്നത കുലജാതരായി നാം ജനിക്കുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകും ഞാൻ ഭാഗ്യവാൻ ആണ് എന്ന്. എന്നാൽ ക്രിസ്തീയ രക്ഷാകര പദ്ധതിയുടെ അനുഭവത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ഭാഗ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലോകത്തെ വെറുക്കുന്ന അനുഭവമാണ്. ആത്മാവിൽ ദരിദ്രരാകുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ധനവാനായ മനുഷ്യനോട് കർത്താവ് പറയുന്നുണ്ട്, എല്ലാ കൽപ്പനകളും ആചരിച്ചിട്ടും നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കണം? പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ദരിദ്രരായ ആളുകൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇനിയും ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. നിനക്ക് എല്ലാ സൽഗുണങ്ങളുമുണ്ട്, എല്ലാ രീതിയിലുമുള്ള ഗുണങ്ങളും നിന്നിൽ അവശേഷിക്കുന്നുണ്ട്, നീ അതെല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് നിന്റെ പ്രശ്നം?
നിനക്കുള്ളതെല്ലാം വിൽക്കണം. അത് പറഞ്ഞപ്പോൾ അതൊരു വൈമനസ്യത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ സ്വീകരിച്ചത്. അക്കാരണത്താൽ എത്രമാത്രം സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുവോ, ആത്മീയതയുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുവോ, അത്രമാത്രം പിന്നിലേക്ക് പോകുവാനുള്ള ഒരു താല്പര്യമായിരുന്നു പിന്നിലുള്ളത്. അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായി എന്നിലുള്ളത് എന്ത് എന്നുള്ളതിനേക്കാൾ എനിക്ക് എന്ത് മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയും എന്നത് ഭാഗ്യാവസ്ഥയുടെ ഒരു ലക്ഷണമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നടക്കാതെയും, അല്ലേ, പാപികളുടെ വഴി നിൽക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് അതിനെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവനാണ് അവിടെ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഭാഗ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ലോകപ്രകാരം നൽകുന്ന ഭാഗ്യകരമായ അനുഭവമല്ല, പിന്നെയോ ദൈവം വിഭാവനം ചെയ്യുന്ന ഭാഗ്യകരമായ അനുഭവം. ഈ അനുഭവത്തിൽ കൂടി മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ. എന്താണ് ഈ ആത്മീയ ദാരിദ്ര്യം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സംശയത്തിന് ഇട നൽകുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഈ ആത്മീയ ദാരിദ്ര്യം എന്നുള്ളത്? നിഗളം എന്ന വാക്കിൻ്റെ ഒരു വിപര്യായമായ ഒരു പദമാണ് ആത്മീയ ദാരിദ്ര്യം എന്നുള്ളത്. ക്രൈസ്തവ ചിന്താഗതിയിൽ 7 മരണകരമായ പാപങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് നിഗളം എന്നത്. പരീശന്റെയും ചുങ്കക്കാരൻ്റെയും ഒരു പ്രാർത്ഥന നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പരീശൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം. എന്നാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് മാറത്തടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ചില മുഖങ്ങൾ ഉണ്ടായി, അല്ലേ? അവിടെ പ്രാർത്ഥനയ്ക്ക് ചില മുഖങ്ങൾ നൽകുവാൻ തക്കവണ്ണം ദൈവം അവിടെ പ്രീതനായി. പ്രാർത്ഥനയുടെ ഒരു ലക്ഷണം നിന്നെ പുകഴ്ത്തലല്ല, നിന്നെ താഴ്ത്തലാണെന്ന് അവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. നീ എത്രമാത്രം ഉന്നതമായ നിലവാരത്തിലായിരുന്നാലും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനകളും ഒരു വരി പോലും ചൊല്ലാതെ ഞാൻ ഒരു വരി പോലും നിർത്താതെ തെറ്റാതെ ഞാൻ ചൊല്ലുന്നുണ്ട്. പക്ഷേ എനിക്കെന്താണ് ദൈവമേ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ദാനധർമ്മങ്ങൾ ധാരാളം, എത്രയോ രൂപകൾ എൻ്റെ സാന്നിധ്യം കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും അനേകം ആളുകൾക്ക് എൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി തീർന്നില്ലേ? എൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനമുണ്ടായി. എന്നിട്ടും ഞാൻ ചില മാരക രോഗത്തിന് അടിമയായി പോയില്ലേ? ഞാൻ ആഗ്രഹിച്ചത് സാധിക്കാതെ, എൻ്റെ മക്കൾ ദുർമാർഗത്തിൽ അടിമപ്പെട്ട്, എൻ്റെ ഭർത്താവിൽ നിന്നും യഥാർത്ഥമായ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാതെ ഞാൻ ദൈവസന്നിധി ഞാൻ നിരാശയായി തീർന്നിട്ടില്ലേ? ഓർക്കണം പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീരിൻ്റെ ഫലങ്ങളിൽ മാത്രമേ യഥാർത്ഥ സൗഭാഗ്യ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ബില്ലി ഗ്രഹാം ലോകത്തിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, സൗഭാഗ്യത്തിൻ്റെ രഹസ്യം എന്ന പുസ്തകത്തിൽ, ഒട്ടും അറിവില്ലാത്തവനായിരുന്നിട്ടും തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നും
ഗ്രഹിക്കാത്തവനേക്കാൾ അജ്ഞൻ വേറെയില്ല. മാരകമായ ഒരു രോഗമുണ്ടായിട്ടും അതേപ്പറ്റി അറിവില്ലാതിരിക്കുന്നവനേക്കാൾ വലിയ രോഗിയില്ല. അഗതിയായിട്ടും താൻ ധനവാനാണെന്ന് കരുതുന്നവനേക്കാൾ ദരിദ്രൻ വേറെയില്ല. ഈ ക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാരായ ആളുകൾ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു എന്നാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോയ രണ്ട് വ്യക്തികളെ നമ്മൾ മുമ്പേ കണ്ടു. അവരുടെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഭാവം എന്ന് പറയുന്നത് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു ഭാവം. രണ്ടാമത്തെ ഭാവം ഞാൻ ഒന്നുമില്ലാത്തവനായിരിക്കുന്ന ഭാവം. ശൂന്യതയുടെ ഭാവത്തിൽ മാത്രമേ നിറവുണ്ടാവുകയുള്ളൂ. ശൂന്യമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നിടത്ത് അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കേട്ടോ. ശൂന്യമായ ഒരു അനുഭവത്തിൽ മാത്രമേ ഒരു മനുഷ്യന് എന്തുണ്ടാവൂ? ആത്മനിറവ് ഉണ്ടാവുകയുള്ളൂ. ഈ ആത്മനിറവിൻ്റെ അനുഭവത്തിൽ കൂടി മാത്രമാണ് നമുക്ക് യഥാർത്ഥമായി കുരിശ് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കുരിശ് വരയ്ക്കുമ്പോൾ നാം നമ്മുടെ ഐ കോൺഷ്യസിനെ പിളർത്തുകയാണ്. ഐ കോൺഷ്യസ് നമ്മുടെ ഐ എന്ന ഭാവം, ഞാൻ എന്ന ഭാവത്തെ വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് നാം എവിടെ നിൽക്കുന്നത്? ദൈവസന്നിധിയിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന ആ പ്രാർത്ഥന നാം ചൊല്ലുന്നു. പ്രിയമുള്ളവരെ, ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശൂന്യമാക്കുന്ന അനുഭവമാണ്. ശൂന്യതയുടെ അനുഭവങ്ങളിൽ മാത്രമേ, ഒഴിവിൻ്റെ അനുഭവങ്ങളിൽ മാത്രമേ ഒരു മനുഷ്യന് എങ്ങനെയുള്ള ആളായിരിക്കാൻ സാധിക്കുകയുള്ളൂ? യഥാർത്ഥത്തിൽ സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയ ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വയം ശൂന്യമാകുന്ന അനുഭവമാണെന്ന് നാം മനസ്സിലാക്കും. ദൈവം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവമേ, എന്നെ പരിപൂർണമായും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധ 8 നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഇനിയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ അനേകം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവമേ, എനിക്കത് സാധിച്ചു തരണമേ എന്ന ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ചില ആളുകൾ അനേക ദിവസങ്ങൾ കണ്ണുനീരൊഴുക്കി ഹൃദയവിശുദ്ധിയോടെ, ജീവിത വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഭാവം എന്ന് പറയുന്നത് അഹത്തെ ശൂന്യമാക്കി, അഹങ്കാരത്തെ ശൂന്യമാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമതായിട്ട്, ആത്മീയ ദാരിദ്ര്യത്തെ പറ്റിയുള്ള ബോധം സൗഭാഗ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് നാം മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഈ പിതാവ്, അദ്ദേഹം ചെറുപ്പകാലത്ത് ധാരാളം ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു വേദഭാഗമാണ് ഈ ഗിരിപ്രഭാഷണം എന്നത്. യേശുതമ്പുരാന്റെ ഗിരിപ്രഭാഷണം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയായിട്ട് ഈ ഗിരിപ്രഭാഷണത്തെ നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകത്തിലെ ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടി ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ച ചില ആളുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ
വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അവന്റെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. സമ്പന്നതയുടെ നെറുകയിലെത്തി നിന്നിട്ടും തൻ്റെ സഹോദരപുത്രനായ ലോത്തിന്റെ അടുത്ത് ഒരു മാനദണ്ഡവും കൂടാതെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനും ദൈവസന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. പൊടിയും വെണ്ണീരുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പൊടിയും വെണ്ണീറും എന്ന തൻ്റെ ഐഡന്റിറ്റിയെ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം തൻ്റെ വ്യക്തിത്വത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണ്? ഞാൻ പൊടിയാണ്, വെണ്ണീറാണ് എന്നാണ്. നമ്മുടെയൊക്കെ ചില ഭാവങ്ങൾ കണ്ടാൽ എന്താ തോന്നുന്നത്? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി എന്നാണ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് തോന്നിയാൽ അതെന്താണത്? അത് നിഗളത്തിന്റെ ഒരു പര്യായ പദമാണ്. അത് ആത്മീയ ദാരിദ്ര്യമല്ല, ആത്മീയമായി സമ്പത്തുള്ള ആത്മീയമായ നിഗളത്തിന്റെ അനുഭവത്തിൽ കൂടി ജീവിക്കുന്ന ആളെന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മോശയെ നാം കാണുന്നുണ്ട്. മോശയെ ദൈവം വിളിക്കുകയാണ്. മുൾപ്പടർപ്പിൽ കത്തിജ്വലിക്കുന്ന ആ അഗ്നിയിൽ മുൾപ്പടർപ്പ് കത്താതിരുന്നു മോശ ഭയവിഹ്വലനായി പുറമോട്ട് മാറാൻ ശ്രമിച്ചപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനും ഞാൻ വിക്കനുമാകുന്നു എന്ന് അവൻ തൻ്റെ ഐഡന്റിറ്റിയെ തെളിയിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് നമുക്ക് തോന്നും. നാം ആരാണെന്ന് നമുക്ക് തോന്നും. നാം കുറവുള്ളവനാണോ അതോ നിറവുള്ളവനാണോ? നാം കുറവുള്ളവളാണോ നിറവുള്ളവളാണോ എന്നുള്ള ആ ഒരു തോന്നൽ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവത്തോട് അടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ധാരാളം ആളുകൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനാനുഭവത്തിൽ കൂടി കാര്യങ്ങൾ സാധിക്കുക എന്നതാണ്. രോഗത്തിന് സൗഖ്യമായിരിക്കാം, മനസ്സിന് സന്തോഷമായിരിക്കാം, ജീവിതത്തിന് യാതൊരുവിധ സമാധാനവുമില്ലാത്ത അനുഭവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പരിശുദ്ധ പരിമല തിരുമേനി ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് നേടിയെടുക്കുവാനും എന്നെ സ്വയമായി ഒന്ന് കാണുവാനുമുള്ള ഒരു നിയോഗമെന്ന നിലയിൽ ഇവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ കാണും. പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് തോന്നലുകൾ ഉണ്ടാവുകയുള്ളൂ. എത്രമാത്രം പാപിയാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദാവീദ് വളരെ ദൈവഭക്തനും ധനവാനും യുദ്ധവീരനും മഹാനുമായ ഒരു മനുഷ്യനായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ അവനും പ്രാർത്ഥിക്കുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന്. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. വീണ്ടും നാം കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവരുന്നു. യിരെമ്യാ പ്രവാചകനും വിലപിക്കുന്നുണ്ട്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ.
പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടുപോകണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോസ്തല സമൂഹത്തിൻ്റെ നേതാവായിരുന്ന പത്രോസാണ് ഈ പറയുന്നത്. അവൻ മീൻപിടുത്തക്കാരനായിരുന്നുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോൾ അവൻ പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടുപോകണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതുകൊണ്ട് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞത് സാധാരണ ഒരു വ്യക്തിയല്ല. പിന്നെ ആരാണോ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയാണ്. കർത്താവിൽ പ്രിയരെ, മോശയെ നാം കണ്ടു, അബ്രഹാമിനെ നാം കണ്ടു, മോശയുടെ ജീവിതം നാം പരിശോധിച്ചു. യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ നാം അദ്ദേഹം എങ്ങനെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു എന്ന് മനസ്സിലാക്കി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാവും പറയുന്നുണ്ട്, ഞാൻ വെറും ഒരു ബാലനല്ലോ എന്ന്. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ പത്രോസ് ശ്ലീഹായുടെ സാക്ഷ്യം നാം കേട്ടു. അപ്പോസ്തല സമൂഹത്തിന്റെ പ്രധാനിയായിരുന്ന പത്രോസ്, അവനും ഞാൻ പാപിയായ മനുഷ്യനാകുന്നു എന്ന് പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന്. സമകാലിക സമൂഹത്തിൽ നിന്നും നമുക്ക് ഒരു ഉദാഹരണം മനസ്സിലാക്കാം. മദ്യപിച്ച് വീട്ടിലെത്തിയ ഒരു ഭർത്താവ് അവളുടെ ഭാര്യ എന്നും പ്രാർത്ഥനയാണ്. ഈ ഭർത്താവിന്റെ മദ്യപാനത്തിൽ മനം നൊന്ത് എന്നും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഭാര്യ. കുടുംബജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ വിവാഹ വാർഷികം വരികയാണ്. ഭർത്താവ് നല്ലവണ്ണം മദ്യപിച്ചാണ് അന്ന് വീട്ടിലെത്തിയത്. പാതിരാത്രിയായി തന്റെ സ്വന്തം ഭർത്താവിനെ കാത്തിരുന്ന ഭാര്യ വളരെ നേരം കാത്തിരുന്നിട്ടും ഗാഢനിദ്ര കൊണ്ട് തൻ്റെ റൂമിലേക്ക് ഉറങ്ങുവാനായി പോയി. അതാ പാതിരാത്രി സമയമായപ്പോൾ ഈ ഭാര്യ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. എന്താണ് ആ സ്വപ്നം? എൻ്റെ വിവാഹ വാർഷിക ദിവസമായ ഇന്ന് ഞാൻ ചില സാധനങ്ങൾ വാങ്ങിക്കുവാൻ ഒരു ബാഗും എടുത്ത് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഏതാനും ചില സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ഞാൻ മടങ്ങി വരുവാൻ തിരിഞ്ഞപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് വളരെ കൗതുകമുണർത്തുന്ന ഒരു പുതിയ സ്റ്റാൾ കണ്ട് അടുത്ത് ചെന്ന് നോക്കി. അവിടെ ഭർത്താക്കന്മാരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ₹1,00,000 മുതൽ 10 രൂപ വിലയുള്ള ഭർത്താക്കന്മാർ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലൊക്കെ ഞാൻ സൂക്ഷിച്ചു നോക്കി എൻ്റെ ഭർത്താവായ നിങ്ങളെ. അവിടെ എങ്ങും നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഏറ്റവും അവസാനത്തെ നിരയിൽ 5 രൂപ വിലയുള്ള ഒരു കോർമ്പലിൽ 5 ഭർത്താക്കന്മാരെ കണ്ടു. 5 രൂപ മാത്രം വിലയുള്ള ഒരു ഈർക്കലിൽ കൊരുത്തിയിട്ടിരിക്കുകയാണ്. ഈ ഭർത്താക്കന്മാർക്കുള്ള വില 5 പേരുണ്ട്. അവർക്ക് ഓരോ രൂപയാണ് വില.
അതിൻ്റെ നടുവിൽ നിൽക്കുന്നു നിങ്ങൾ. എൻ്റെ ഭർത്താവായ നിങ്ങൾ അതിൻ്റെ നടുവിൽ നിൽക്കുന്നു. ഇത്രയും മാന്യമായി ജീവിച്ചിരുന്ന ഒരാൾ, സമൂഹത്തിൽ സമ്പന്നനാണ്. മദ്യപാനം എന്നൊരു ദുശ്ശീലം കൊണ്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോട് വളരെ കയർത്തു. എൻ്റെ ഭർത്താവിന് ഇത്രമാത്രം വിലയേ ഉള്ളൂ എന്ന് ആ സ്ത്രീ ചോദിച്ചു. എന്തിനാണ് നീ എന്നോട് കയർക്കുന്നത് എന്ന് വിൽപ്പനക്കാരനോട് ഈ ഭാര്യ ചോദിച്ചപ്പോൾ വിൽപ്പനക്കാരൻ പറയുന്ന മറുപടിയാണ്, ഞാനല്ല ഇതിനൊക്കെ വിലയിടുന്നത്, പിന്നെ ആരാണ്? ദൈവമാണ് എന്ന്. ഇത് ഓർത്ത് ഞെട്ടി ഉണർന്നതാണ് ഞാൻ. അപ്പോൾ ഈ കഥ കേട്ടിട്ട് ഭർത്താവിന് വളരെ പ്രയാസം തോന്നി. അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം മാനസാന്തരപ്പെട്ട് മദ്യപാനം ഉപേക്ഷിച്ചു എന്നാണ് കഥ. പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലുമുണ്ട് ഇങ്ങനെയുള്ള ചില ദുശ്ശീലങ്ങൾ. ആധുനിക ലോകത്തിൽ സൽസ്വഭാവികളെക്കാൾ ദുർസ്വഭാവികൾ ഉള്ള കാലഘട്ടമാണ്. പാപത്തിലേക്ക് ചായുവാനും, പാപം എന്ന വാക്കിന് ഇന്ന് വലിയ പ്രാധാന്യമില്ല. പിന്നെന്താണ്? വീക്ക്നെസ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചില ബലഹീനതകളെയാണ് നാം നമ്മുടെ സ്വഭാവ ബലഹീനതയായിട്ട് കാണുന്നത്. എന്നാൽ പൂർവിക പിതാക്കന്മാർ മുൻകൂട്ടി കൽപ്പിച്ച് ഇതിനെ പാപമെന്ന് വിളിച്ചു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ അഗ്രം തെറ്റുന്ന അവസ്ഥയാണ്. അമ്പെയ്യുന്ന വേടൻ, ഇദ്ദേഹത്തിന്റെ അമ്പുകളെല്ലാം ലക്ഷ്യം തെറ്റി ഇങ്ങനെ എയ്തുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടില്ല? അദ്ദേഹത്തിന് ഭക്ഷ്യം പിടിക്കാൻ പറ്റില്ല. അതുപോലെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കാതെ കണ്ണുനീർ മാത്രം അവശേഷിച്ചാലോ? എത്രയോ നാളുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരൊക്കെ ധാരാളം ഒഴുകി ഒഴുകി ചാല് പോലെ രണ്ട് സ്ഥലങ്ങൾ, കണ്ണിന്റെ താഴെയുള്ള രണ്ട് സ്ഥലങ്ങളും അവിടെ അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തില്ല? വ്യക്തി ജീവിതത്തിൽ അഗ്രം തെറ്റുകയാണ്. ഇനിയും ശരിപ്പെടേണ്ട ചില മേഖലകളിൽ നാം ശരിപ്പെടാതെ പോകുമ്പോൾ പ്രാർത്ഥനകൾ ലക്ഷ്യം തെറ്റി ദൈവസന്നിധിയിൽ നിന്ന് മാറി വേറെ ചില സ്ഥലങ്ങളിൽ പതിക്കുന്നത് കൊണ്ട് അവിടെ ഒരു കേൾവി പോലുമില്ലാതെ പ്രാർത്ഥനകൾ മടങ്ങി തന്നെ നമ്മുടെ സന്നിധിയിലേക്ക് വരികയാണ്. മദ്യപാനിയായ ഭർത്താവിനെ ഈ ഭാര്യ ബുദ്ധിമതിയായതുകൊണ്ട് സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു എന്നുള്ള വ്യാജേന ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ നമുക്ക് പാപങ്ങളിൽ നിന്നും ഒഴിയണമെങ്കിൽ എന്ത് വേണം? പാപങ്ങളിൽ നിന്ന് ഒഴിയണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിപൂർവമായ സമീപനങ്ങൾ കൂടി മാത്രമേ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ നൈർമല്യമുള്ളതാക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളായിരുന്നു ആരാണ്? കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടല്ല, അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടാണ് യേശു അവരെ സ്നേഹിച്ചത്. ഈ നൈർമല്യങ്ങൾ ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവെന്ന അഗ്നി നമ്മിൽ കെട്ടുപോകുകയാണ്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും സഹോദരനോട് നിരക്കാതെ, തൻ്റെ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാതെ, ആരോടെങ്കിലും പിണക്കമുണ്ടായിട്ട് അവരോട് മിണ്ടാതെ, അവരോട് ഹൃദയമായിട്ട് ഒരു ഷെയ്ക്കാൻ്റെ എടുക്കാതെ,
പള്ളിയിൽ വരും, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ കയറി കതകടച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രായോഗികമാണ്. പ്രായോഗികതയിൽ മാത്രമേ അതിന് പ്രവർത്തന ചലനശേഷിയുള്ളൂ. എല്ലാ മതങ്ങളുടെയും പഠിപ്പിക്കലുകൾ ഒന്നാണെങ്കിലും ക്രിസ്തീയ സമൂഹത്തിന്റെ പഠിപ്പിക്കലുകൾ ശ്രേഷ്ഠമാണ്. അതെന്താണ്? സ്നേഹം എന്നതാണ്. ക്രിസ്തീയ സഭയുടെ സത്ത, ക്രിസ്തീയതയുടെ സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹം പ്രകടനപരമായ സ്നേഹമല്ല. ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുക എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് പള്ളിയിൽ വരാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇന്ന് കാണാനും ചിരിക്കാനും പറ്റും. അനേക നാളുകളായിട്ട് മിണ്ടാതിരുന്ന ആളുകൾക്ക് മുഖത്തോട് മുഖം നോക്കാതെ ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ഒരു പള്ളിയിൽ പരിശുദ്ധ വലിയ നോമ്പിന്റെ മുന്നോടിയായിട്ട് അവിടെ ശുഭക്കോന ശുശ്രൂഷ നടക്കുകയാണ്. ഈ ശുഭക്കോന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം എല്ലാവരും സ്നേഹചുംബനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങ് വന്നപ്പോൾ ഒരു അപ്പനും മരുമകനും ഈ അപ്പന്റെ മകളെ കെട്ടിയ ആ പുത്രൻ അനേക നാളുകളായിട്ട് ഈ അപ്പനുമായിട്ട് വഴക്കിലാണ്. ഈ സ്നേഹചുംബനം അർത്ഥവത്തായ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് സ്നേഹചുംബനം നടക്കുന്ന, പരസ്പരം കൈകസ്തൂരി കൊടുത്ത് പിരിയുന്ന ഒരു ചടങ്ങ് വന്നപ്പോൾ ഈ അപ്പന്റെ അടുത്തെത്തുന്ന ഈ പുത്രൻ അവിടെ നിന്നും മാറിപ്പോയി. പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമോ? ഹൃദയങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അറിയാത്തവന്റെ സന്നിധിയിലല്ല. എപ്പോഴാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്? വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മിന്നു കിട്ടിയതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനയാണ്. ഹൃദയങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അറിയാത്തവന്റെ സന്നിധിയിലല്ല. നമ്മൾ എന്ത് മൂടുപടം ധരിച്ചാലും ഈ മൂടുപടമൊക്കെ മാറിപ്പോകും. അവിടെ യാതൊരു വിലയുമില്ലാതെ നിന്നെ തന്നെ പരിശോധിക്കുന്ന, അല്ലെങ്കിൽ എന്നെ തന്നെ പരിശോധിക്കുന്ന ഒരു വലിയ ന്യായാധിപനാണ് ദൈവം. ബലിയർപ്പിക്കാൻ പോകുമ്പോഴും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോഴും നിന്റെ സഹോദരനോട് നീ നിരന്നില്ല എങ്കിൽ ആ ബലിയർപ്പണം കൊണ്ടോ ആ വിശുദ്ധ കുർബാന സ്വീകരണം കൊണ്ടോ യാതൊരു പ്രയോജനവും. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുന്നത് അഗ്രം തെറ്റിയുള്ള അനുഭവത്തിലാണ്. ആത്മീയ ദാരിദ്ര്യത്തോടു കൂടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്? ധനവാന്റെയും ലാസറിന്റെയും ധനവാന്റെയും പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന പോലെയാണോ? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുള്ളൂ? നീതീകരണമുള്ളൂ. ഈ നീതീകരിക്കുന്ന അനുഭവത്തിലേക്കാണ് ഓരോ നോമ്പും നാം അനുഷ്ഠിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിൽ ഇവരുടെ ഏറ്റവും മഹനീയമായ ഒരു പ്രത്യേകതയായിരുന്നു, ഇവൾ താഴ്മയുള്ളവളായിരുന്നു, വിനയമുള്ളവളായിരുന്നു, ശുദ്ധിമതിയായിരുന്നു. എന്നാൽ ഇവൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യേകത, ഇവൾ ദൈവവചനം കേട്ടിട്ട് എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കുവാൻ സന്ദർഭം വരുമ്പോൾ ആഗ്രഹിച്ചു. മദർ തെരേസ ഇപ്പോൾ വിശുദ്ധയായി കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന മദർ തെരേസയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുന്ന ഒരു ദിവസം, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി മടങ്ങി വരികയാണ്. അന്ന് വായിച്ചു കേട്ട സുവിശേഷഭാഗം രണ്ടുള്ളത് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക എന്നതായിരുന്നു.
നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു, ഞായറാഴ്ച ദിവസം രാവിലെ. ഈ മദർ തെരേസ പള്ളിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ആ വഴിവക്കത്ത് അതായിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ. അവൻ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അവൻ തണുപ്പ് കൊണ്ട് ഇങ്ങനെ വിറങ്ങലിക്കുകയാണ്. ഉടൻ തന്നെ മദർ തെരേസ തൻ്റെ കയ്യിലിരുന്ന പുതപ്പ് എടുത്ത് അവന് കൊടുത്തു. പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിച്ചു, ഓർത്തഡോക്സി ഈസ് ഓർത്തോപ്രാക്സിസ്. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തോസ് ഡോക്സ. ഓർത്തോസ് ഡോക്സ ശരിയായ സ്തുതിപ്പുള്ള വിശ്വാസമാണ്. ഇത് പ്രവൃത്തികളിൽ മാത്രമേ ഇത് നീതീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ദിവസം രാവിലെ വിശുദ്ധ കുർബാന നടക്കുകയാണ്. നടക്കാൻ പോകുന്നതിന് മുമ്പ് അടുത്തുള്ള ഗ്രാമങ്ങളിൽ വലിയ പ്രളയമുണ്ടായി. ആളുകളെല്ലാം വളരെ പ്രയാസത്തിലായിരിക്കുകയാണ്. അന്ന് ഒരു ബിഷപ്പാണ് സെന്റ് ബേസിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദിവസമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, നമുക്ക് ഇന്ന് വിശുദ്ധ കുർബാന നടക്കുന്നത് ഇവരെല്ലാം ഈ പ്രളയത്തിൻ്റെ കെടുതിയിൽ കിടന്ന ആളുകളെ പോയി അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് വിശുദ്ധ കുർബാന ചൊല്ലുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ അവിടെ ആ ഗ്രാമത്തിൽ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്നതിന് ശേഷമാണ് അന്ന് വിശുദ്ധ ബലി അർപ്പിച്ചത്. പറയുന്നത് എന്തോ അത് പ്രവർത്തിക്കുവാൻ ഒരു മടിയുമില്ലാത്ത ആളുകളായിരുന്നു ആര്? ആദിമകാലത്തെ ആളുകൾ. ഇന്നെന്താണ് നടക്കുന്നത്? നമ്മൾ എന്തു പറയുന്നുവോ അതിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. വിവാഹ ബന്ധത്തിനപ്പുറത്ത് ചില ബന്ധങ്ങൾ, നിത്യവും മദ്യപിക്കുന്ന ചില സ്വഭാവങ്ങൾ, ഒരു രീതിയിലും പാവപ്പെട്ട തൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാത്ത ഭർത്താക്കന്മാർ, ഭർത്താവ് എത്ര മാന്യനായിരുന്നാലും ഭവനത്തിലേക്ക് വരുമ്പോൾ ഒരു സ്വസ്ഥതയും നൽകാത്ത ഭാര്യമാർ, എത്ര നന്നായി അടിച്ചു വളർത്തിയിട്ടും പഥ്യോപദേശങ്ങൾ നൽകിയിട്ടും നന്നാകാത്ത മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ. ആധുനിക ലോകത്തിന്റെ ഒരു സവിശേഷതയാണ് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ മിസ്യൂസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ച് ദൃഢനിശ്ചയം ചെയ്തിട്ടും ഈ മൊബൈൽ ഫോൺ കാണുമ്പോൾ കൈവിറങ്ങലിക്കുന്ന ചില അനുഭവങ്ങൾ, ഇന്റർനെറ്റിന് അടിമപ്പെട്ടു പോകുന്ന യുവാക്കളും യുവതികളും മധ്യവയസ്കരായ ആളുകളും ഇന്ന് ധാരാളം ഉണ്ട്. നമ്മൾ സമ്പന്നരോ ദരിദ്രരോ? ശാന്തമായി ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഇന്ന്. മുറിയിൽ കയറി കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തുവിന്റെ കൽപ്പന നിലനിൽക്കെ ക്രൂസൈഡുകളിൽ ഓടി അനേകം മതങ്ങൾ മാറി മാറി, പള്ളികൾ മാറി മാറി, സഭകൾ മാറി മാറി പ്രാർത്ഥിച്ചിട്ടും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പോയതിൻ്റെ ആ കുറ്റബോധവും പേറി ജീവിക്കുന്ന ആളുകളുള്ള സമൂഹം. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, 10-12 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുന്ന സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുള്ള ഈ കൊച്ചു കേരളത്തിൽ ധാർമ്മികതയ്ക്ക് എവിടെയാണ് മൂല്യം? പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം. ഈ ആത്മീയ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാകും? ദൈവാശ്രയ ബോധം ഉണ്ടാകും. ആത്മീയ ദാരിദ്ര്യത്തെ പറ്റിയുള്ള ബോധം ദൈവാശ്രയത്തോടു കൂടി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്
ആത്മസംതൃപ്തി. ആത്മാവിൻ്റെ സംതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കുന്നു. ദൈവത്തിന് പറയുന്നതാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കുന്നു. 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും ഞാൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അഹംഭാവത്തെയാണ് ആത്മീയ ദാരിദ്ര്യത്തിന് എതിരായിട്ട് ഇവിടെ പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞത്, കുരിശ് വരയ്ക്കുന്നത് വിനയത്തോടു കൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന പശ്ചാത്തലമാണ്. ഈ കുരിശ് വരച്ചുകൊണ്ട് നമ്മുടെ ഐ കോൺഷ്യസിനെ നമ്മൾ എന്തു ചെയ്യും? വിഭാഗിച്ചതിന് ശേഷം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സാങ്കല്പികമായ കഥയുണ്ട്. ഒരു വലിയ കുളത്തിനരികെ ഒരു ആമ താമസിച്ചിരുന്നു. സാങ്കല്പികമായ ഒരു കഥയാണ്. തൻ്റെ കാലുകൾ കുറിയതും ചെറിയതുമാകൊണ്ട് ദൂരെയെങ്ങും വേഗത്തിൽ പോകുവാൻ കഴിയുകയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ ആമ സങ്കടപ്പെടുമായിരുന്നു. ഒരു ദിവസം ഒരു പരുന്ത് ആ വഴിയെ വന്നു. അപ്പോൾ ഈ ആമയ്ക്ക് അസൂയയായി. എനിക്കും ഇതുപോലെ പറക്കണമെന്ന് ആഗ്രഹമാണ്. ആമയോട്, ആ പരുന്തിനോട് അസൂയപ്പെട്ടു. ഞാൻ ഈ കുഴിയിൽ കിടന്ന് എത്ര നാളിങ്ങനെ നരകയാതന അനുഭവിക്കുന്നു. നിങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിൽ പറന്ന് പറന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ പരുന്ത് തിരിച്ചു പറഞ്ഞത് എന്താണ്? പറക്കണമെങ്കിൽ ചിറകുകൾ വേണം. ഞാൻ നിന്നെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് മേൽപോട്ട് പറക്കാം. ഇത് കേട്ടപ്പോൾ ഈ ജീവിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. തൻ്റെ കാലുകളിലെ നഖങ്ങൾക്കിടയിൽ ആമയെ മുറുക്കെ പിടിച്ചുകൊണ്ട് മേൽപോട്ട് പറന്നു. പരുന്ത് ചിറകടിച്ച് മേൽപോട്ട് പറന്നു കയറുന്തോറും ആമ ആനന്ദത്തിൽ മുഴുകി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആമ തൻ്റെ കൊച്ചു കാലുകൾ പുറത്തേക്കിട്ട് വായുവിൽ തുഴയുവാൻ തുടങ്ങി. അപ്പോൾ പരുന്ത് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറക്കുകയാണ്. ആമ ഒരു കൂസലുമില്ലാതെ മറുപടി പറയുകയാണ്, നീയല്ല, ഞാനാണ് പറക്കുന്നത് എന്ന് പരുന്ത് തിരിച്ചു മറുപടി പറഞ്ഞു. നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, ഇനിയും നീ എന്നെ വിട്ടേക്കൂ എന്ന് ആമ പരുന്തിനോട് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് കേൾക്കേണ്ട താമസം തൻ്റെ ഇറുകി പിടിച്ചിരുന്ന ആ കാലുകളിൽ നിന്നും ആമയെ താഴേക്ക് വിടുവിച്ചു. ആമ താഴോട്ട് പതിച്ച് ഭൂമിയിൽ വന്ന് വീണ്. അത് അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ഇതുപോലെയാണ് നാം ഓരോരുത്തരും. എന്നിലും നിങ്ങളിലും നാം അനുഭവിക്കുന്നതിൽ അതിൽ കൂടുതൽ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ സൗഭാഗ്യങ്ങളിൽ നിഗളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അഹങ്കാരം ഉണ്ടാകും. ഈ അഹങ്കാരം എന്ന ഭാവം
ഒത്തിരി അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഈ ഭാവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് എന്തോ ഒരു ദേഷ്യമാണ് എനിക്ക് എന്ന് പറയാൻ ആർക്കും മടിയില്ല. എനിക്ക് ഭയങ്കര കോപമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും കോപത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? കാര്യം എന്താ? അഹങ്കാര ഭാവത്തോടു കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ചെയ്യുന്നതെല്ലാം വിരുദ്ധ സ്വഭാവമുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതിനാൽ നിഗളം, അഹങ്കാരം, ഈ ഭാവം നമ്മിൽ നിന്നും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശികളായി നാം തീരുകയുള്ളൂ. ദൈവാനുഭവത്തിൽ കൂടി മനുഷ്യൻ വളർന്ന് വരുമ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടാകാം. മോശ ദൈവവുമായിട്ട് ചേർന്ന് നടക്കുകയാണ്. മോശ ദൈവവുമായിട്ട് ചേർന്ന് നടന്നപ്പോൾ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ ചെയ്തതെല്ലാം ആരാണെന്ന് മോശയോട് ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ മോശ മറുപടി പറഞ്ഞു, എന്താ? ഈ ചെയ്തതെല്ലാം, ഈ ഇസ്രായേൽ ജനങ്ങളെയെല്ലാം വഴി നടത്തി മുന്നോട്ട് കൊണ്ടുവന്നത്, മരുഭൂമിയിൽ മുന്നോട്ട് അവരെ നയിച്ചത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? മോശയുടെ ജീവിതത്തിൽ ഇനി കനാൻ ദേശം കാണാത്ത ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. അവൻ ഇനി കനാൻ ദേശം കാണുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഞാനാണ് ഇവരെ വഴി നടത്തിയതെന്ന് ദൈവത്തോട് മറുപടി പറഞ്ഞു. അവനെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പർവ്വതത്തിൽ അവൻ അവിടെ അടക്കം ചെയ്യുകയാണ്. ബാക്കിയുള്ള ആളുകൾ കുറെ പേര് മാത്രമേ ഈ കനാൻ ദേശം അനുഭവിപ്പാൻ തക്കവണ്ണം സാധിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ അഹങ്കാര ഭാവം നമ്മെ ദൈവസന്നിധിയിൽ നിന്നും അകറ്റും. നമുക്ക് സമ്പത്തുണ്ടെന്നോ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടെന്നുള്ള ഒരു ഭാവത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ എന്താണ് അത്? ആത്മീയമായ ഒരു നിഗളത്തിൻ്റെ അനുഭവമാണ്. നിഗളത്തിൻ്റെ അനുഭവത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും. ഈ നിഗളം ദൈവസന്നിധിയിൽ നിന്നും മനുഷ്യനെ അകറ്റും. നിഗളത്തോടു കൂടിയല്ല, താഴ്മയോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുന്നവർക്ക് മാത്രമേ എന്തുണ്ടാകൂ? യഥാർത്ഥ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുന്നത്. സ്വർഗരാജ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവഭരണം നടത്തുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. ഇവിടെ എല്ലാവർക്കും ഒന്നും പ്രവേശനം അനുവദിച്ചിട്ടില്ല. ശിശുക്കളായിട്ടുള്ള ആളുകൾക്ക്, നൈർമല്യങ്ങൾ തേടുന്നവർക്ക്, ജീവിത വിശുദ്ധിയുള്ളവർക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യകരമായ അനുഭവമാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭൂമിയിലെ പറുദീസയാണ് ഏത്? കുടുംബം. ഈ കുടുംബത്തിൽ ഭൂമിയിലെ പറുദീസ സൃഷ്ടിക്കേണ്ടത് ആരാണ്? അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു സമൂഹമാണ്. എ ഫാമിലി ഈസ് എ സ്മോൾ യൂണിറ്റ്. മനുഷ്യനെ സോഷ്യലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കുടുംബത്തിനുണ്ട്. ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരുവാൻ വ്യക്തികളെ വാർത്തെടുക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ്, ഒരു സർവകലാശാലയാണ് കുടുംബം. ഈ കുടുംബത്തിൽ താമസിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് 128-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്,
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. എങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് അവൻ അനുഭവിക്കുന്നത്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈരുകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് മേൽ സമാധാനം ഉണ്ടാകട്ടെ. യഥാർത്ഥ സമാധാനം. കുടുംബങ്ങൾ ഭൂമിയിലെ പരദീസയായി തീർന്ന ഇവിടെ വ്യക്തികളിൽ നല്ല മൂല്യബോധമുള്ളവരും കർത്തവ്യബോധമുള്ളവരുമായി തീരണമെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ആത്മാവിൽ ദരിദ്രരായവർ എന്നുള്ള ഒരു ബോധത്തോടുകൂടി നിന്റെ മൂടുപടമെല്ലാം അഴിച്ചു വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. നമുക്കുണ്ട് എന്ന് അവകാശപ്പെടുവാനല്ല, ഇല്ല എന്ന് പറയുന്നതിൽ താല്പര്യം കാണിക്കണം. ഞാനെന്ന ഭാവത്തെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നിന്നിലേക്ക് ചേരുവാനുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ ഭാവത്തെ സ്വീകരിക്കുന്ന നല്ല സ്വീകർത്താവായി എനിക്കും നിങ്ങൾക്കും മാറുവാൻ കഴിയണം. ഈ ദിവസം നമുക്ക് അതിന് തീരുമാനിക്കാം. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോഴും പ്രയാസത്തിന്റെ അനുഭവത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കേൾക്കുന്ന ദൈവശബ്ദം നമ്മെ മുന്നോട്ട് നയിക്കും. വിവിധ ആവശ്യങ്ങളുമായി ദൈവശ്രദ്ധയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളും നടക്കും. അഗ്രം തെറ്റി പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. ലക്ഷ്യം തെറ്റി പ്രാർത്ഥിക്കാതിരിക്കുക. സഹോദരനോട് നിരപ്പാകാനുണ്ടെങ്കിൽ അത് നിരപ്പാക്കുക. സ്നേഹം ഇനിയും കുറഞ്ഞു പോകുന്നിടത്ത് യഥാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കളായി തീരുക. മാനുഷിക ഭാവങ്ങളെയല്ല, ദൈവിക ഭാവങ്ങളെ സ്വീകരിക്കുന്നവരായി ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ രൂപാന്തരപ്പെടണം. ആത്മാവ് നിറവുള്ളതായി തീരും. ആത്മസംതൃപ്തി വേണമെങ്കിൽ, രോഗത്തിന് വിടുതൽ വേണമെങ്കിൽ, ജീവിതത്തിന് വിശുദ്ധി വേണം. തലമുറകളിൽ നിന്നും പകരുന്ന ദേഷ്യവും കോപവും മാരകമായ രോഗത്തിന്റെ അനുഭവവും ദൈവമേ എന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ അനുഭവമാണെന്ന് തിരിച്ചറിയണം. 8 നോമ്പിന്റെ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെയാണ് സ്മരിക്കേണ്ടത്. പരിശുദ്ധ ദൈവമാതാവ് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ മാതൃക നമുക്ക് അനുകരിക്കുവാൻ പറ്റുന്ന വലിയ ഒരു അനുഭവമാണ്. ദൈവമാതാവിനെ നാം കാണുന്നത് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കിടക്കും എന്ന് കേട്ടപ്പോഴും ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ സ്വീകരിക്കുവാൻ ദേവാലയത്തിൽ വെച്ച് ഈ മാതാവിന് കഴിഞ്ഞു. ഹൃദയഭേദകമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ സകലശക്തിയോടെ നമുക്കതിനെ നേരിടുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ലോകത്തിന് ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് നമ്മെ വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ഒഴുക്കിനെതിരെയാണ്. മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് ഒഴുക്കിനെതിരെയാണ്. അതുകൊണ്ടാണ് അതിന് നീന്തി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെതിരെ സഞ്ചരിക്കുവാൻ സാധിക്കണം. അതിന് കൂടെയല്ല, ദൈവകൃപയാൽ ചുറ്റപ്പെടുന്ന ഒരു അനുഭവത്തിൽ
നമുക്കായിത്തീരുവാൻ ഈ ദിവസം തീരുമാനിക്കാം. നാം ഈ കേട്ട വചനങ്ങൾക്ക് ദൈവത്തോട് നമുക്ക് വീണ്ടും നന്ദി പറയാം. ദൈവമേ, തിരുവചനം കൂടുതൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കാം. സർവശക്തനും സർവജ്ഞനുമായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഞങ്ങളിൽ പലരും 8 നോമ്പ് നോക്കുന്നുണ്ട്. ഇതൊരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ്. നാളെ അവസാനിക്കുന്ന ഈ നോമ്പൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ദിവസങ്ങളും നീ ഞങ്ങളോട് കൂടെ ഇരുന്നു. ഇന്ന് ഞങ്ങളെ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ മെസ്സേജ് കേൾപ്പിച്ചു. എന്നിലുള്ള കുറവുകളെ കണ്ടെത്തുന്നതാണല്ലോ അതിലെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ സന്ദേശം അനുസരിച്ച് എന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. എന്നിൽ അഹങ്കാരം എന്ന ഭാവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരും നിഗളത്തോടുകൂടി നടക്കുന്ന പ്രത്യേക സ്വഭാവക്കാരനും ഒക്കെയായി ഈ ലോകത്തിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. എന്നോട് പൊറുക്കണമേ. പാപത്തിലേക്ക് വീഴാതിരിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ. യഥാർത്ഥ ആത്മീയമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് മഹനീയ മാതൃക നൽകി ഞങ്ങൾക്ക് വേണ്ടി യാഗമായി. ഞങ്ങളുടെ ജീവിതവും ഒരു യാഗമായി തീരുവാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും സഹനശക്തിയോടുകൂടി ജീവിതത്തെ നേരിടുവാൻ, പ്രതിബന്ധങ്ങളെ നന്നായി മനസ്സിലാക്കി അതിനെതിരെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. യഹോവ ഭക്തർ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കും എന്നുള്ള ആ ദൈവവചനം അനുസരിച്ച് ഞങ്ങളെ ഈ ലോകത്തിൽ മാന്യമായി അവിടുന്ന് ജീവിപ്പിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പ്രത്യേകിച്ചും സാന്നിധ്യം കൊണ്ട് നാം അനുഭവിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ ദൈവിക സാന്നിധ്യവും ആ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതവും ജീവിത വിശുദ്ധിയും നൈർമല്യവും എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ശൂന്യത എന്നൊന്നില്ല. കാരണം നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ ഡിസിപ്ലിൻ ഇല്ലാതെ അനേകം നാളുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അച്ചടക്കമില്ലാതെ ജീവിതത്തിലെ പല മേഖലകളിലും ഞാൻ നടന്നുപോയി. പാപം എന്ന് വിളിക്കുന്ന എൻ്റെ ചില സ്വഭാവ ബലഹീനതകളെ നീ അറിയുന്നു. കർത്താവേ, നീ മാത്രം സഹായിയും സംരക്ഷകനുമായി ഞങ്ങളുടെ വർത്തിക്കണമേ. ഞങ്ങളുടെ സഹായിയായ കർത്താവേ, നീ ഞങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ദാരിദ്ര്യം ഉള്ള അനുഭവത്തിൽ ഞങ്ങൾ സ്വർഗരാജ്യം അവകാശികളാക്കി തീരുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയ നൈർമല്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിരപ്പാകേണ്ടവരോടെല്ലാം ഞങ്ങൾ നിരപ്പാകണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്കും നിരാശകളിലേക്കും അവിടുന്ന് വീഴ്ത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന പ്രിയ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശ്രേഷ്ഠകരമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ
പാപത്തിലും പ്രയാസത്തിലും വിവിധ രീതിയിലും നിരാശയിലും പ്രയാസത്തിലും കഴിയുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ. ഞങ്ങളുടെ ബലഹീനമുള്ളതും കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനകളെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധാത്മാവിനെയും എന്നും എന്നാളും മഹത്വപ്പെടുത്തുവാനായി തന്നെ. ആമേൻ.